ഇന്ന് നമുക്ക് ഫിഷ് ഷവായൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇത് നമുക്കൊരു അറബിക് ഫ്ലേവറിലുള്ള ഷവായൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ചിക്കനിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ നല്ല വലിയ മീനിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം നല്ല വലിയ മീനാണ്. ഹമൂറോ ഷേരിയോ അല്ല വേറെ ഏതെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള മീൻ അങ്ങനെ എടുത്തോളൂ. മാർക്കറ്റിൽ പോയിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം അതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മീനിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല മീൻ തന്നെയാണ് അത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഒരു പുള്ളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനും ആ മീനിനെ. ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ടുള്ള ചെതമ്പലൊന്നല്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ അതിൻ്റെ ബോണൊക്കെ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കെല്ലാം ക്ലീനാക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ പറ്റുന്നുണ്ട്. പിന്നെ ഇതേപോലെയുള്ള ഒരു ടൂള് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വലിയ മീൻ ക്ലീനാക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ശരിക്കും ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വരങ്ങിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വരങ്ങിട്ടുള്ളൂ. കുട്ടിയാണെങ്കിൽ അങ്ങനെ, അല്ലെ കുറച്ച് വിട്ടിട്ടാണെങ്കിൽ അങ്ങനെ. ഇത് നമുക്ക് വീട്ടിലൊരു 6-7 ആൾക്കാർ വരികയാണെങ്കിൽ ഈ ഒരു വലിയ മീൻ ധാരാളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മസാല പുരട്ടാനും അതിനായിട്ടുള്ള മസാലപ്പൊടി എന്ന് പറയുന്നത് മന്തിൻ്റെ മസാലപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ്. മന്തിൻ്റെ മസാലപ്പൊടിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചതാണ്, ഞാൻ വേണേൽ പിന്നെ ഇത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളകും അതേപോലെ ഉണ്ടമുളകും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് പച്ചക്കന്നെ കേട്ടോ. അതൊരു ടേബിൾ സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളകും പൊടിയാണ്, ഒരു കളറിന് വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് എന്തായാലും 1 ടേബിൾ സ്പൂണ് നിർബന്ധമാണ്. അതേപോലെ 1 ടേബിൾ സ്പൂണ് വെള്ളുള്ളി പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വിനിഗറും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പുളി വേണം, അതിനാണ് 1 ടേബിൾ സ്പൂണോളം അങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ആ രീതിക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് അങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി, കാരണം ഈ ഒരു മസാല അരപ്പ് നമുക്ക് കട്ടിക്ക് തന്നെയാണ് വേണ്ടത്. ഇനി നമുക്കിത് മീനിലോട്ടേക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. എല്ലാ രീതിയിലോട്ടേക്കും എത്തുന്ന രീതിക്ക് വേണം പുരട്ടി കൊടുക്കാനായിട്ട്. ഈ ഒരു വലിയ മീനിലോട്ടേക്ക് ഈ ഒരു മസാല അരപ്പ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മീനൊക്കെ ആണെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മസാല അരപ്പ് അങ്ങനെ ആക്കുക. പിന്നെ അതേപോലെ അത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം മസാല അരപ്പ് ആക്കുന്ന സമയത്ത് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. ഒന്നും ആവത്തൊന്നുമില്ല ഈ ഒരു അരപ്പ്, കാരണം വിനീഗറൊക്കെ ചേർത്തിട്ട് മസാല ആക്കിയതല്ലേ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ദിവസം മുഴുവൻ വെക്കുന്നുണ്ട്. റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസമാണ് എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തവയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അതിനായിട്ട് 1 ടീസ്പൂണ് മാത്രം മതി ഇതിലോട്ടേക്ക് ഓയിൽ, അതായത് 2 സൈഡും നമുക്ക് ചുട്ടെടുക്കാനായിട്ട് 1 ടീസ്പൂണ് ഓയിൽ കൂടുതൽ വേണ്ട കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ, വലിയ മീനല്ലേ. ഇനി ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓവൻ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മീൻ ഏതെങ്കിലും ഒരു ട്രേയിൽ വെക്കുക, ഒരല്പം ബട്ടറും ചേർത്ത് കൊടുക്കുക. ഒരു 20 to 25 മിനിറ്റ്സ് അതൊന്ന് പിന്നെ ഒരു 120 ഡിഗ്രി ആ രീതിക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ്ട് തവയിൽ വെച്ചിട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആ ഒരു അറബിക് ഫ്ലേവർ വരണമെങ്കിൽ ഇത് നമുക്ക് ചാർക്കോളും കൂടെ ഒന്ന് ചെയ്യണേ, പുകയിപ്പിക്കണം. അപ്പോൾ അതൊന്ന് പുകയിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുള്ളൂ. ശരിക്കും നമുക്ക് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ഫ്ലേവറിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പിന്നെ കുക്കുംബറോ അല്ലെങ്കിൽ ഫ്രൈഡ് ആണിയനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ കുബൂസ് അതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നേ, അതിനേക്ക് ഞാൻ തയ്യാറാക്കിയതായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിഷ് ഷവായൻ്റെത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, ഒരു വ്യത്യസ്ത ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ബൈ.